മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാകിസ്ഥാന്റെ വെടിവെപ്പ് ശക്തമായി പ്രതിരോധിച്ചതായി സൈന്യം. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദാർ, നിഷോരെ, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിലാണ് വെടിവെപ്പുണ്ടായത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിവിൽ ഡിഫൻസിന്റെ നിർണായക യോഗവും ആരംഭിച്ചിട്ടുണ്ട്. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, അതിർത്തി സംഘർഷത്തിൽ എന്തൊക്കെ പുതിയ വിവരങ്ങൾ? അജിംഷാദി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ 12ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. വിവിധ മേഖലകളിൽ അതിർത്തി പ്രദേശങ്ങളിൽ പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിനിർത്തു ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയതായി ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ഇന്നും വെടിവെപ്പുണ്ടായത്. പ്രധാനമായും കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ വെടിവെപ്പുണ്ടായിട്ടുള്ളത്. ആർക്കും ഇതിൽ പരിക്കില്ല എന്ന കാര്യവും ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള യോഗം ഇപ്പോൾ ജില്ലയിൽ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായിട്ടുള്ള മോക്ക് ഡ്രില്ലിന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള യോഗമാണ് ഇന്ന് ചേരുന്നത്. പ്രധാനമായും വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും അതോടൊപ്പം 244 ജില്ലകളിലെ ഡിഫൻസ് മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം NDRFന്റെയും SDRFന്റെയും മേധാവികൾ, എയർഫോഴ്സിന്റെ മേധാവികൾ, അതോടൊപ്പം മറ്റു സേനാ മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് പിന്നാലെ റെയിൽവേയുടെയും അതോടൊപ്പം ഫയർഫോഴ്സിന്റെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഇത്തരത്തിൽ നേതാക്കളുടെയും അതോടൊപ്പം മേധാവികളുടെയും യോഗവും ഇന്ന് ചേരുന്നുണ്ട്. എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ UN പാകിസ്ഥാനെതിരായി ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പഹൽഗാം ആക്രമണത്തിൽ ലഷ്കർ എ തോയ്ബയ്ക്ക് പങ്കുണ്ടോ, അങ്ങനെ പാകിസ്ഥാനെതിരായി നീങ്ങുന്ന ചില വർത്തമാനങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളൊക്കെ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കൂടി ചേർത്താൽ അബ്ദുൾ റഷീദ്. പാകിസ്ഥാന് നേരിടേണ്ടി വന്നത് പ്രധാനമായും നിരവധി ചോദ്യങ്ങൾ UN പ്രതിനിധികളൊക്കെ തന്നെയും ചോദിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ലഷ്കർ ഇ തോയ്ബയുടെയും അതോടൊപ്പം ISIയുടെയും ബന്ധം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വ്യക്തമാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ UN പാകിസ്ഥാൻ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ഇന്ത്യയുടെ നാടകം എന്നുള്ള ഒരു വാദം നേരത്തെ പാകിസ്ഥാൻ ഉയർത്തിയിരുന്നു. ഇതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഈ മിസൈൽ പരീക്ഷണം നടത്തുന്ന പാകിസ്ഥാനെതിരെ കർശനമായിട്ടുള്ള ഒരു വിമർശനം ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത് വലിയ ആഘാതങ്ങൾ വിവിധ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കുമെന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ UN വിലയിരുത്തുകയാണ്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായുള്ള ഒരു ഉഭയകക്ഷി ബന്ധത്തിലൂടെ ഈ ചർച്ചകളിലൂടെ ഒക്കെ ഈ രമ്യമായിക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു വലിയ വിമർശനം, ഒരു രൂക്ഷമായ വിമർശനം കൂടി പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ജമ്മു കാശ്മീർ വിഷയം വീണ്ടും ഒരു അന്താരാഷ്ട്ര ചർച്ചയാക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. അതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു സമീപനം മതങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അബ്ദുൾ റഷീദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.